50 കിലോ ഉണ്ടല്ലേ. അപ്പോഴേ ഇന്ന് നമ്മളുടെ വൈറൽ വാഴക്കൊല വെട്ടാൻ പോകും. അത് പഴുത്ത് നിൽക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വാഴക്കൊല ഒന്ന് കണ്ടേച്ചിട്ടും വാ, എന്നിട്ട് നമുക്കത് വെട്ടാം. അപ്പോൾ നമ്മളുടെ വാഴക്കൊല ദേ പഴുത്തു. ആദ്യം ഉണ്ടായ വാഴക്കൊല പഴുത്തു. അപ്പോൾ നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തിട്ട് ഇത് തിന്നാൻ കൊള്ളുകയില്ല കേട്ടോ. മൊത്തം ഇതിനകത്ത് മുഴുവൻ കുരുവാ. ഞാനിപ്പോൾ വെട്ടിയെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ നമുക്കിതങ്ങ് വെട്ടിയേക്കാം. ഇത് ചൂടോടെ അങ്ങ് എടുത്തേക്കാം അല്ലേടാ? ചൂടോട് ഇതേ ഇനിയിപ്പോൾ കൊലക്കുകയല്ലോ. അല്ലെങ്കിൽ ഇലയൊക്കെ പോകാൻ തുടങ്ങി. കത്തിക്ക് ഭയങ്കര മൂർച്ചയാണ് കേട്ടോ. പപ്പായോട് ഒന്ന് തേച്ച് വെക്കാൻ പറയാം. ഓക്കെ, വാഴ വെട്ടാൻ പോലും പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ചെടിവാഴ. ഇതിൻ്റെ പേരെല്ലാവരും പറഞ്ഞത് താമരക്കണ്ണൻ വാഴ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് സംഭവം. ഇതിൻ്റെ പഴം നമുക്ക് കഴിക്കാൻ അത്ര ഇതല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ ഇത് തന്നെ ഇങ്ങനെ പൊളിഞ്ഞു വരുവാ കേട്ടോ, ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേനും. അപ്പോൾ ഇത് തൊലി മാറ്റി നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്ത് പുറത്ത് മാത്രമേ എത്തുള്ളൂ. പുറത്ത് മാത്രമേ. ഞാനതിൻ്റെ പുറം മാത്രം. ഇതാണ് സംഭവം. വിത്ത് ഇതുപോലത്തെ വിത്ത് കിളിർപ്പിച്ചിട്ടാണ് എനിക്ക് നമ്മുടെ സോണിച്ചേട്ടൻ എന്ന് പറയുന്നത് ചേട്ടായുടെ ചേട്ടൻ. ഞാൻ ഒരിടത്ത് ഈ വാഴക്കൊല കണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് എനിക്കിത് വേണമെന്നേ. അപ്പോഴത്തേനും അത് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് റെയറാണ്, അത് കിട്ടാനില്ലാത്ത സാധനമാണ്, അവരത് തൈയാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ പോയി ഒരിടത്തും പോയി ഒന്നും ചോദിക്കാറുള്ളതല്ല കേട്ടോ. എനിക്കത് ഭയങ്കര വിഷമം ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതൊക്കെ. എടോ അപ്പം പിന്നെ എന്നിട്ട് അത് കഴിഞ്ഞിങ്ങനെ ഇരുന്നപ്പോഴാണ് സോണിച്ചേട്ടൻ ഒരു പ്രാവശ്യം ഇതുപോലെ, ഞാൻ സോണിച്ചേട്ടനോട് ചേട്ടായി വിളിച്ചപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു ഇതുപോലെ ഒരു വാഴ കണ്ടു, പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടേ. അവിടെ ഒരു ചുവടെ ഉണ്ടായിരുന്നു, 1-2 ചുവടം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവരും പറഞ്ഞത് ഇതുപോലെ വിത്തെടുത്തിട്ട് അവർക്ക് കിളിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. 150 രൂപയൊക്കെ ആകുമായിരിക്കും ഒരു തൈക്കെന്നുള്ള രീതിയിൽ അന്ന് സംസാരിച്ചത്. ഞാൻ മേടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഒരെണ്ണം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാണ് അതിൻ്റെ വിത്ത്. ഞാൻ എന്തായാലും ഇതുപോലെ തന്നെ വിത്ത് കിളിർപ്പിച്ചാണ് സോണിച്ചേട്ടൻ എനിക്ക് തന്നതെങ്കിലും ഞാൻ ഈ വിത്ത് എന്തായാലും ഒന്ന് പാകി നോക്കട്ടെ, ഇത് കിളിക്കുന്ന എന്താണെന്നൊക്കെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് കിളിർക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനതൊരു അയച്ചു തരാം കേട്ടോ. വിത്തുകൾ ചെറിയൊരു വിലയൊക്കെ ഇട്ട് ഒരു 10 രൂപ അല്ലേ, എന്നാലേ മുതലാവത്തുള്ളൂ. 10 രൂപ കുറച്ചാലൊക്കെ മുതലാവത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. 12 മില്യൺ അടിച്ച വാഴയല്ലേ? 12 മില്യൺ അടിച്ച വാഴയല്ലേ? 12 മില്യൺ അല്ലേ, 2.5 മില്യൺ. 27 ലക്ഷം പേര് യൂട്യൂബിൽ നമ്മളുടെ ഈ വാഴ വീഡിയോ. 12 മില്യൺ എന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയല്ലേ? അതെ, നീ ചുമ്മാ അങ്ങൊരു കണക്കില്ലാതെ അങ്ങ് പറയാതെ. അപ്പോൾ ഇതിനകത്ത് ഇത് വിത്തുകളുണ്ട്, ഇനിയും വാഴക്കൊലയുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് സോണിച്ചേട്ടനോടൊന്ന് വിളിച്ച് ചോദിക്കട്ടെ, എത്ര ദിവസമാണ് ഇത് കിളിർപ്പിക്കാനൊക്കെ ഉള്ള ഒരു സമയം, ഒരു ദിവസം എന്നൊക്കെ ചോദിക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്തായാലും ഞാൻ ഈ വിത്ത് എടുത്ത് സൂക്ഷിക്കാം. ഒരു നല്ല കട്ടിയാണ് ഇതിൻ്റെ വിത്തിനെ. ഇപ്പോൾ തന്നെ ഉണക്കണ്ടാത്ത പോലെ ഇരിക്കുന്നു, ഉണങ്ങിയ പോലെ തന്നെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് കിളിർക്കാൻ ഇച്ചിരി കൂടുതൽ സമയം വേണ്ടി വരും തോന്നുന്നു. ഞാൻ രാവിലെ തൊട്ട് ഇത് അറിയാൻ വേണ്ടിയിട്ട് സോണിച്ചേട്ടനെ വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ റേഞ്ച് കുറവാണ്. വാഗമണ്ണിൽ മറ്റേ വഴിക്കടവിലെ പറമ്പിലായിരിക്കും ചേട്ടൻ, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ എന്തായാലും ഞാൻ വിളിച്ച് ചോദിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് ഇടാം. ഇത് നമുക്ക് വിത്ത് കിളിർക്കുമോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. എന്തായാലും ഫ്രഷ് വിത്താണ്, അതേ ഇപ്പോൾ നമ്മൾ വെട്ടിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. $50 കിലോ ഉണ്ടല്ലേ?